സ്വാഗതം. ഇന്ന് നമ്മൾ കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ലോകത്തേക്ക് ഒരു യാത്ര പോവുകയാണ്. നിങ്ങൾ പങ്കുവച്ച വിവരങ്ങൾ വെച്ച് നമ്മുടെ മനസ്സ് എങ്ങനെയാണ് ചിന്തിക്കുന്നത്, പഠിക്കുന്നത്, ഓർക്കുന്നത് എന്നൊക്കെ നോക്കാം. ഇതിന്റെ കാതലായ ചില ഗവേഷണ മേഖലകളിലേക്ക് നമുക്കൊന്നിറങ്ങിച്ചെല്ലാം. തീർച്ചയായും. എന്താണ് ഇതിന്റെയൊക്കെ പിന്നിലെ രഹസ്യമെന്ന് നോക്കാമല്ലേ? അതെ. മനുഷ്യന്റെ ഉള്ളിലെ ലോകം, അവന്റെ ചിന്തകൾ, അറിവ് നേടുന്ന രീതികൾ. ശരിക്കും ഇതിനെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രീയ അന്വേഷണമാണ് ഈ കോഗ്നിറ്റീവ് സൈക്കോളജി. നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ട ഒരു 12 മേഖലകളെ ഒന്ന് പരിചയപ്പെടാം. 12 എണ്ണം. ഓക്കെ. വെറുതെ ലിസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇവ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. കൊള്ളാം. അപ്പോൾ ആദ്യത്തത് ഏതാണ്? കോഗ്നിറ്റീവ് ന്യൂറോ സയൻസ്. തലച്ചോറും ചിന്തകളും തമ്മിലുള്ള ആ ഒരു പാലമെന്ന് പറയാമോ? അതെ. ഏതൊക്കെ ഭാഗങ്ങളാണ് ആക്റ്റീവ് ആകുന്നത്, അവിടത്തെ ആ കെമിക്കൽ, ഇലക്ട്രിക്കൽ സിഗ്നലുകൾ, അതൊക്കെ പഠിക്കുന്ന ഏരിയ. fMRI ഒക്കെ ഉപയോഗിച്ചിട്ടാണോ? അതെ, fMRI, EEG പോലുള്ള ടെക്നോളജിയൊക്കെ ഉപയോഗിക്കും. സൈക്കോളജിയും ന്യൂറോ സയൻസും ഇങ്ങനെ ഒരുമിച്ച് വരുന്നൊരിടം. ഓക്കേ, അപ്പോ തലച്ചോറ് കഴിഞ്ഞു. ഇനി പുറം ലോകത്തെ നമ്മൾ അറിയുന്നത് അതാണല്ലോ പെർസെപ്ഷൻ. അതെ, പെർസെപ്ഷൻ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ, കണ്ണ്, ചെവി, മൂക്ക്, ത്വക്ക് ഒക്കെ പുറത്തുനിന്ന് സിഗ്നലുകൾ പിടിച്ചെടുക്കും. ആ സിഗ്നലുകളെ നമ്മുടെ തലച്ചോറ് ഒരു അർത്ഥമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്ന പ്രക്രിയ, അതാണ് പെർസെപ്ഷൻ. അപ്പോ ഒരു മഞ്ഞുള്ള ദിവസം ദൂരെയുള്ള സാധനം കൂടുതൽ ദൂരെയായി തോന്നുന്നത് അതൊക്കെ പെർസെപ്ഷന്റെ കളികളാണോ? കൃത്യമായി പറഞ്ഞാൽ അതെ. നമ്മുടെ മുൻവിധികൾ, പ്രതീക്ഷകളൊക്കെ ഈ വ്യാഖ്യാനത്തെ സ്വാധീനിക്കും. അതുകൊണ്ടിത് 100% വസ്തുനിഷ്ഠമാകണമെന്നില്ല. ഇൻട്രസ്റ്റിംഗ്. അപ്പോ ഈ പെർസെപ്ഷനിലൂടെ കിട്ടിയ വിവരങ്ങളിൽ നിന്ന് പാറ്റേണുകൾ തിരിച്ചറിയുന്നത് നമ്മൾ ഈ അക്ഷരങ്ങൾ വായിക്കുന്നത് പോലെ. അതാണ് പാറ്റേൺ റെക്കഗ്നിഷൻ. വെറും വരകളും കുറികളുമല്ലേ അക്ഷരങ്ങൾ? അതെ. പക്ഷേ നമ്മൾ അതിനെ ക, മ, ല എന്നൊക്കെ തിരിച്ചറിഞ്ഞ് കമല എന്ന് വായിക്കുന്നു. ചിതറിക്കിടക്കുന്ന ഇൻഫർമേഷനെ ഒരു അർത്ഥമുള്ള രൂപമാക്കി മാറ്റുന്ന പ്രോസസ്. മുഖം തിരിച്ചറിയുന്നത്, സംഗീതം കേൾക്കുമ്പോൾ അതിലെ താളം മനസ്സിലാക്കുന്നതും ഒക്കെ ഇതിൽ വരും. ഓക്കെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നു, കേൾക്കുന്നു, പക്ഷേ എല്ലാത്തിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലല്ലോ. അവിടെയാണോ അറ്റൻഷന്റെ റോൾ വരുന്നത്? അതെ, അറ്റൻഷൻ. നമ്മുടെ ശ്രദ്ധ ഒരു ഫോക്കസ് ലൈറ്റ് പോലെയാണ്. ഒരുപാട് കാര്യങ്ങൾ ചുറ്റുമുണ്ടെങ്കിലും ആ നിമിഷം നമുക്ക് പ്രധാനപ്പെട്ടതിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ക്ലാസ്സിൽ ലെക്ചർ കേൾക്കുമ്പോൾ നോട്ട് എഴുതാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നാറില്ലേ? അതാണ്. ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങളിൽ പൂർണ്ണമായി ശ്രദ്ധിക്കാൻ നമുക്ക് പരിമിതിയുണ്ട്. നമ്മുടെ ഈ കോഗ്നിറ്റീവ് റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് ഈ തിരഞ്ഞെടുക്കൽ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ബ്രെയിൻ ഹാങ് ആവും. ഏകദേശം അത് തന്നെ. ഈ ശ്രദ്ധയും ചുറ്റുമുള്ളതിനെക്കുറിച്ചുള്ള അറിവും നമ്മുടെ ഉള്ളിലെ ചിന്തകളും എല്ലാം ചേർന്ന ഒരു ബോധം, അതാണോ ഈ കോൺഷ്യസ്നസ്? കോൺഷ്യസ്നസ്. ഇത് കുറച്ചുകൂടിയും സങ്കീർണമാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ബോധാവസ്ഥ, പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ചും ഉള്ളിലുള്ള നമ്മുടെ ചിന്തകളെക്കുറിച്ചും വികാരങ്ങളെക്കുറിച്ചുമുള്ള ഒരു അറിവ്. പണ്ടിതത്ര ശാസ്ത്രീയമായി കണ്ടിരുന്നില്ല എന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണ്. കുറച്ചുകാലം മുൻപ് വരെ ഇതൊരു ഫിലോസഫിക്കൽ ടോപ്പിക്കായിരുന്നു. പക്ഷേ ഇന്ന് കോഗ്നിറ്റീവ് സൈക്കോളജിയും ന്യൂറോ സയൻസും ഒക്കെ ഇത് ഗൗരവമായി പഠിക്കുന്നുണ്ട്. ഇതിന്റെ ന്യൂറൽ ബേസിസ് എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചു, മനസ്സിലാക്കി, അതിനെക്കുറിച്ച് ബോധവാന്മാരായി. ഈ അനുഭവങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്നത്, അതാണോ മെമ്മറി? അതെ, മെമ്മറി, ഓർമ്മ. വിവരങ്ങൾ സ്വീകരിക്കുക, അതിനെ ഒരു കോഡ് രൂപത്തിലാക്കി തലച്ചോറിൽ സൂക്ഷിക്കുക, പിന്നെ ആവശ്യമുള്ളപ്പോൾ തിരിച്ചെടുക്കുക. ഈ 3 സ്റ്റെപ്പുകളാണ് പ്രധാനം: എൻകോഡിംഗ്, സ്റ്റോറേജ്, റിട്രീവൽ. ഈ ഷോർട്ട് ടേം, ലോങ് ടേം എന്നൊക്കെ പറയുന്നത്? ഷോർട്ട് ടേം മെമ്മറിയിൽ കുറച്ച് വിവരങ്ങൾ കുറഞ്ഞ സമയത്തേക്ക് ഓർത്തുവെക്കാൻ പറ്റും, ഒരു ഫോൺ നമ്പർ കേട്ട് ഡയൽ ചെയ്യുന്നത് പോലെ. ലോങ് ടേം മെമ്മറിയിലാണ് നമ്മുടെ അറിവുകൾ, അനുഭവങ്ങൾ, കഴിവുകളൊക്കെ സ്ഥിരമായി സൂക്ഷിക്കുന്നത്. ഭാഷയെക്കുറിച്ചുള്ള അറിവ് ഒരു നല്ല ഉദാഹരണമാണ്. ഈ അറിവുകളൊക്കെ എങ്ങനെയാണ് തലച്ചോറിൽ സൂക്ഷിക്കുന്നത്? വെറും വാക്കുകളായോ ചിത്രങ്ങളായോ? അതാണോ ഈ റെപ്രസെന്റേഷൻ ഓഫ് നോളജ്? അതെ, വിവരങ്ങൾ തലച്ചോറിൽ എങ്ങനെ പ്രതിനിധീകരിക്കപ്പെടുന്നു, എങ്ങനെ ഓർഗനൈസ് ചെയ്യപ്പെടുന്നു എന്നതാണ് ഈ മേഖല. വെറുതെ ലിസ്റ്റ് പോലെയല്ല. പിന്നെങ്ങനെയാണ്? മിക്കവാറും ഒരു നെറ്റ്വർക്ക് പോലെയാണ്. ആശയങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ചിലപ്പോൾ ചിത്രങ്ങളുടെ രൂപത്തിൽ, ഇമേജറി, ചിലപ്പോൾ വാക്കുകളുടെ രൂപത്തിൽ, ചിലപ്പോൾ അമൂർത്തമായ ചിഹ്നങ്ങളുടെ രൂപത്തിൽ. സ്കീമ എന്നൊരു കൺസെപ്റ്റുണ്ട്.
ഒരു വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു മെന്റൽ ഫ്രെയിംവർക്കാണിത്. മനസ്സിൽ ചിത്രം കാണുന്ന കഴിവ്, അതാണോ ഇമേജറി? അത് തന്നെ, മെന്റൽ ഇമേജറി. ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള വഴി മനസ്സിൽ കാണുന്നത്, ഒരാളുടെ മുഖം ഓർക്കുന്നത്, ഇതൊക്കെ ഇമേജറിയാണ്. ഈ കോഗ്നിറ്റീവ് മാപ്പുകളൊക്കെ ഇതിന്റെ ഭാഗമാണ്. അടുത്തത് ഭാഷ, ലാംഗ്വേജ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ, ചിന്തിക്കാനും ആശയവിനിമയം നടത്താനും. തീർച്ചയായും. കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഒരു കേന്ദ്ര ബിന്ദുവാണിത്. ഭാഷ നമ്മൾ എങ്ങനെ പഠിക്കുന്നു, എങ്ങനെ മനസ്സിലാക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു. ഭാഷ നമ്മുടെ ചിന്തയെ സ്വാധീനിക്കുന്നുണ്ടോ? അതൊരു വലിയ ചർച്ചയാണ്. സപീർ-വോർഫ് ഹൈപ്പോതീസിസ് എന്നൊക്കെ പറയും. ഒരു ഭാഷയിലെ വാക്കുകളും വ്യാകരണഘടനയും ആ ഭാഷ സംസാരിക്കുന്നവരുടെ ചിന്താരീതിയെ ഒരു പരിധിവരെ സ്വാധീനിക്കും എന്ന് കരുതപ്പെടുന്നു. ഓക്കെ. നമ്മുടെ ജനിക്കുമ്പോൾ ഈ കഴിവുകളൊന്നും ഇല്ലല്ലോ. ഇത് വളർന്നു വരുന്നത് എങ്ങനെയാണ്? അതാണോ ഡെവലപ്മെന്റൽ സൈക്കോളജി? അതെ. ജനനം മുതൽ മരണം വരെ നമ്മുടെ കോഗ്നിറ്റീവ് കഴിവുകൾ, ഓർമ്മ, ശ്രദ്ധ, ഭാഷ, ചിന്താശേഷി ഒക്കെ എങ്ങനെ വികസിക്കുന്നു, മാറുന്നു എന്ന് പഠിക്കുന്ന ശാഖ. കുട്ടിക്കാലത്താണ് ഏറ്റവും വലിയ മാറ്റങ്ങൾ കാണുന്നത്. ജീൻ പിയാഷെയുടെ ഒക്കെ പഠനങ്ങൾ വളരെ പ്രധാനമാണ്. പുതിയ ആശയങ്ങൾ ഉണ്ടാകുന്നത്, കാര്യങ്ങളെ തരംതിരിച്ചു മനസ്സിലാക്കുന്നത്, തിങ്കിങ് ആൻഡ് കോൺസെപ്റ്റ് ഫോർമേഷൻ. അതെ. ചിന്ത എന്നത് കിട്ടിയ വിവരങ്ങളെ വെറുതെ എടുക്കുകയല്ല, അതിനെ വിശകലനം ചെയ്യുക, താരതമ്യം ചെയ്യുക, പ്രശ്നങ്ങൾ പരിഹരിക്കുക, തീരുമാനങ്ങൾ എടുക്കുക. ഇതൊക്കെയാണ് ചിന്ത. കോൺസെപ്റ്റ് ഫോർമേഷൻ. പക്ഷി എന്നൊരാശയം ഉള്ളതുകൊണ്ടാണ് നമുക്ക് കാക്കയെയും തത്തയെയുമൊക്കെ ആ ഗ്രൂപ്പിൽ പെടുത്താൻ പറ്റുന്നത്. ലോകത്തെ മനസ്സിലാക്കാൻ ഈ ആശയങ്ങൾ നമ്മളെ സഹായിക്കുന്നു. അവസാനത്തേത് ഹ്യൂമൻ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മനുഷ്യന്റെ ബുദ്ധിയും കമ്പ്യൂട്ടറിന്റെ ബുദ്ധിയും. അതെ, മനുഷ്യന്റെ ബുദ്ധിപരമായ കഴിവുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാനും സമാനമായ കഴിവുകൾ കമ്പ്യൂട്ടറുകളിലോ മെഷീനുകളിലോ ഉണ്ടാക്കാനുമുള്ള ശ്രമമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI. AI കോഗ്നിറ്റീവ് സൈക്കോളജിയെ സഹായിക്കുന്നുണ്ടോ? തീർച്ചയായും. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നുണ്ട്. മനുഷ്യന്റെ ചിന്തയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് AI ഉണ്ടാക്കാൻ സഹായിക്കും. അതുപോലെ AI മോഡലുകൾ ഉണ്ടാക്കി പരീക്ഷിക്കുന്നത് മനുഷ്യന്റെ ചിന്തയെക്കുറിച്ചുള്ള നമ്മുടെ സിദ്ധാന്തങ്ങൾ ശരിയാണോ എന്ന് നോക്കാൻ സഹായിക്കും. കൊള്ളാം. അപ്പോ കോഗ്നിറ്റീവ് ന്യൂറോ സയൻസ് തൊട്ട് AI വരെ ഒരു വലിയ ക്യാൻവാസ് നമ്മൾ കണ്ടു. മനസ്സിന്റെ പ്രവർത്തനത്തിന്റെ പല പല ഭാഗങ്ങൾ. അതെ, ഇവയൊന്നും ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, ഒരു വാക്ക് പറയുമ്പോൾ, ഒരു തീരുമാനമെടുക്കുമ്പോൾ, ഈ പറഞ്ഞ മിക്കവാറും എല്ലാ പ്രോസസ്സുകളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ശരിയാണ്, എല്ലാം കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് കോഗ്നിറ്റീവ് സൈക്കോളജി, ന്യൂറോ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, ഫിലോസഫി, ലിംഗ്വിസ്റ്റിക്സ് ഒക്കെ ചേർന്ന് കോഗ്നിറ്റീവ് സയൻസ് എന്ന ഒരു വലിയ പഠനശാഖ തന്നെ രൂപപ്പെട്ടത്. ഇന്നത്തെ ഈ ചർച്ച കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ആലോചിക്കാൻ ഒരു കാര്യമിതാ. നിങ്ങളുടെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഈ അറിവ്, ഈ പെർസെപ്ഷൻ, മെമ്മറി, അറ്റൻഷൻ, ഭാഷയൊക്കെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ, നിങ്ങളുടെ പഠനത്തെ, തീരുമാനങ്ങളെ, എന്തിന് നിങ്ങളെ തന്നെ മനസ്സിലാക്കുന്ന രീതിയെ എങ്ങനെ മാറ്റിയേക്കാം? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്ത തവണ കാണാം.